നമസ്കാരം, ഞാൻ വിനോദ്. പനി സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദശാംശ സംഖ്യകൾ, അതായത് ഡെസിമൽ നമ്പേഴ്സിൽ വലിയ സംഖ്യ ഏത്, ചെറിയ സംഖ്യ ഏത്, അതിന്റെ ഭിന്നസംഖ്യാ രൂപം എല്ലാം പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സങ്കലനം, പിന്നെ വ്യവകലനം ഒക്കെയാണ്. നമുക്ക് ആദ്യം സങ്കലനം നോക്കാം. 42.03 പ്ലസ് 1.07 പ്ലസ് 2.5 ഇങ്ങനെ വന്നാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദശാംശ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് ഒരേ നിരയിൽ എഴുതണം, എന്നിട്ട് അവ കൂട്ടിയാൽ മതി. അപ്പൊ 42.03 ഇങ്ങനെ എഴുതി. അതിൻ്റെ അടിയിലേക്ക് 1.0 എഴുതി. ഈ പോയിന്റ് ഇവിടെ നേരെ വരണം, എന്നിട്ട് 1 ഇവിടെ 1.07. അപ്പൊ ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒരു 0 ഇട്ടാൽ മതി. ഇപ്പോൾ പോയിന്റ് നേരെ നേരെ വരണം, അത്രേ ഉള്ളൂ. അടുത്തത് 2.5. അപ്പോൾ ഇവിടെ 2 ഇവിടെ എഴുതി, 0.5 എഴുതി അല്ലേ. 5 എഴുതിയിട്ട് ഇവിടെയോ, ഇവിടെ ഒരു 0 ഇടുക, ഇവിടെ ഒരു 0 ഇടുക. നമുക്കത് സംഖ്യ ഇല്ലെങ്കിൽ അവിടെ ഒരു 0 ഇടുക, തെറ്റാതിരിക്കാൻ വേണ്ടി. ഇനി അത് ആഡ് ചെയ്യണം. 7 3 10, 6 2 3 2 5 4 45 നേരെ ദശാംശത്തിന് ഇവിടെ എഴുതും. 45.60 ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും അടുത്തത് നോക്കാം നമുക്ക്. ഇതുണ്ടോ, ഈ ദശാംശം എല്ലാം നേരെ വരണം, ദശാംശ സംഖ്യ അത്ര പോയിന്റ്. ഇനി 0.7 ഇതുണ്ടോ, 0.7 നീക്കി എഴുതാം. 0.7 പിന്നെയോ 0.77. അപ്പൊ ഇവിടെ മുകളിൽ ഇവിടെ ഒരു 0 ഇടാം. 0 ഇട്ടില്ലേലും കുഴപ്പമില്ല, നമ്മൾ കൂട്ടിപ്പോയാൽ. അടുത്തോ 0.777 ഉണ്ടോ. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കാം, എന്നിട്ട് ആഡ് ചെയ്യാം. 7 7 വരും 14, 7 14 വരും 21. 1 ശിഷ്ടം എത്രയുണ്ട്, 2. അത് 2 ഇങ്ങോട്ട് എഴുതണം. അതുകൊണ്ടോ 7 7 വരും 14, ശിഷ്ടം 1, 8 വരും 15, സോറി 7 7 വരും 14, ശിഷ്ടം 1, 8 വരും 15, 22, ശിഷ്ടം 2, ഇവിടെ 2 അല്ലേ. 2.247 ആൻസർ. ശിഷ്ടം 2 ഇപ്പുറത്തേക്ക് എഴുതണം. ഇനി അടുത്തത് നോക്കാം. ഇത് 22.43 പ്ലസ് 0. ഈ 0 കണ്ടോ, പോയിന്റ് നേരെ ഇടണം. 8 5 2. അപ്പോൾ ഈ 2 നേരെ ഇവിടെ ആണെങ്കിൽ ഒരു 0 കൊടുത്തു വിടാം. കണ്ടോ, 2 ഈ 4 3 വരെയല്ലേ ഇടാവുണ്ട്. ഇനി ആഡ് ചെയ്യണം, ഇവിടെ ഒരു 0 ഇടാം. 2 5 3 8 8 4 12, ശിഷ്ടം 1, 2 1 3 2. ഈ ദശാംശത്തിന് അപ്പുറത്തേക്ക് ശിഷ്ടം ഉണ്ടെങ്കിൽ ഇപ്പുറം കൂട്ടാം കേട്ടോ. അപ്പൊ അങ്ങനെ വരും 2 5 3 8 8 4 12, ശിഷ്ടം 1 ഉണ്ടല്ലോ, 1 ഇവിടെ കൂട്ടണം. ആ 2 1 കൂടെ 2 1 3 2. ഇവിടെ അതുപോലെ തന്നെ 7 7 വരും 14, ശിഷ്ടം 1 ഉണ്ട്. 21 1 22, 2. ആ ശിഷ്ടം ഇവിടെ എഴുതണം. ആ ശിഷ്ടമാണ് ഇങ്ങോട്ട് എഴുതി 2.24 എഴുതി. അതുപോലെ ഇവിടെയും ഇവിടെ 8 4 12 2, ശിഷ്ടം 1 ഉള്ളത് ഇവിടെ ഈ ദശാംശത്തിന് ഇപ്പുറം കൂട്ടണം. 2 1 3 2. ഇങ്ങനെ ആണ് ദശാംശ സംഖ്യകൾ കൂട്ടുന്നതിന് എന്താ ശ്രദ്ധിക്കേണ്ടത്, ദശാംശ സംഖ്യകൾ ഒരേ നിരയിൽ വരത്തക്ക രീതിയിൽ എഴുതിയിട്ട് നമ്മൾ കൂട്ടുക, അത്രയും ശ്രദ്ധിച്ചാൽ മതി. നമുക്കിനി അടുത്തത് വ്യവകലനം നോക്കാം. ഇതുണ്ട് 22.43 മൈനസ് 11.31. ഇത് കുറയ്ക്കുന്നതിനും നമ്മൾ സങ്കലനത്തിൽ പഠിച്ച പോലെ തന്നെയാണ് ദശാംശ സംഖ്യകൾ ഒരേ നിരയിൽ എഴുതുക, കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. നോക്കാം. 22.43 മൈനസ് 11 ഇങ്ങനെ എഴുതണം അല്ലേ. 11.31. സാധാരണ സംഖ്യ കുറയ്ക്കുമ്പോൾ കുറയ്ക്കുക. 3 നിന്ന് 2, 4 നിന്ന് 1, 2 നിന്ന് 1, 2 നിന്ന് 1. 11.12 11.12 അല്ലേ. 2 1 3 1 3 4 1 1 2 1 1 2. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും അറിയാനില്ല. അടുത്തത് നോക്കാം. 1 മൈനസ് 0.35 അല്ലേ. അതിന് 1ന്റെ ദശാംശസ്ഥാനം ഇല്ലെങ്കിൽ വെറുതെ 2 0 ഇടുക, എന്നിട്ട് 0.35 ഇങ്ങനെ വേണം എഴുതാൻ. 1ന്റെ ദശാംശം ഒന്നും ഇല്ലെങ്കിൽ 1.00 എന്ന് എഴുതണം. 0.35 എന്നുള്ളതോ 0.35 കുറയ്ക്കണം.
പൂജ്യം ഇല്ല, ഇവിടെ നിന്നെടുത്ത് 10 നിന്ന് 5 പോയാൽ 5, ഇവിടെ 9 ഉള്ളൂ. 9 നിന്ന് 3 പോയാൽ 6, ഇവിടെ ദശാംശ സ്ഥാനം ഇട്ടു. ഈ ഒന്നല്ലേ അപ്പുറം നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടെ 0 ഉള്ളൂ. 0 നിന്ന് 0 പോയാൽ 0. അപ്പം 0.65. ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഒന്നെന്ന് പറഞ്ഞാൽ 1.00 എഴുതി വേണം കുറയ്ക്കാൻ. 1 നിന്ന് 0.35 കുറയ്ക്കുമ്പോൾ 10 നിന്ന് 5 പോയാൽ 5, 9 ഇവിടെ 9 ഉള്ളൂ. 9 നിന്ന് 3 പോയാൽ 6, ഈ 1 അപ്പുറത്തെ എടുത്തപ്പോൾ ഇവിടെ 0 ഉള്ളൂ. 0 0 പോയാൽ 0. അപ്പോൾ 0.65 ആണ് ഇതിൻ്റെ അർത്ഥം, ഉത്തരം അല്ലേ. ഇത് അടുത്ത് നോക്കാം. 8.42 മൈനസ് 7.1 ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു 0 ഇട്ടേക്കാം. കാരണം അത് കഴിഞ്ഞ സംഖ്യ ഇല്ലാത്തതുകൊണ്ട് 0. 2 നിന്ന് 0 പോയാൽ 2, 4 നിന്ന് 1 പോയാലോ 3, 8 നിന്ന് 7 പോയാൽ 1, 1.32 ആൻസർ. എളുപ്പമല്ലേ. അടുത്തത് ഇത് എത്ര വരും? 1.32. ഇതെങ്ങനെ വരും? 5.66 മൈനസ് 4.32. ഇത്ര എഴുതിയ 5 ഇവിടെ ഇല്ലേ? 5 എഴുതണം. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം കുറയ്ക്കാൻ. കേട്ടോ, പോയിന്റ് നേരെ നേരെ ഇങ്ങനെ കുറയ്ക്കണം. അപ്പം 0 നിന്ന് 5 പോവില്ല. ഇവിടെ നിന്ന് എടുത്തു. 10 നിന്ന് 5 പോയാൽ 5, ഇവിടെ 5, 5 നിന്ന് 2 പോയാൽ 3, ഇവിടെ 6, 6 നിന്ന് 3 പോയാൽ 3, 5 നിന്ന് 4 പോയാൽ 1. ഇതാണ് ആൻസർ. ഇതുണ്ടോ, ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തില്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ ഇവിടെ 0 ഇടുമ്പോൾ 10 ആണ്. 10 നിന്ന് 5 പോയാൽ 5, ഇവിടെ 5, 5 നിന്ന് 2 പോയാൽ 3, ഇവിടെ 6 ഉണ്ട്. 6 നിന്ന് 3 പോയാൽ 3, 5 നിന്ന് 4 പോയാൽ 1.335 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ കുറയ്ക്കാനും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സങ്കലനം പഠിച്ചു, വ്യവകലനം പഠിച്ചു അല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗുണനവും ഹരണവും ഒക്കെ പഠിക്കണം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.